أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على الصلاة والسلام عليك يا رسول الله خذ بيدي التي يدركني يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي التي يدركني يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي التي يدركني يا سيدي يا رسول الله സ്റ്റേജിലിരിക്കുന്ന സാധുമാർ, സദസ്സിലിരിക്കുന്ന സഹോദരന്മാർ, സഹോദരന്മാരെ, ഞാനൊരു പ്രഭാഷകനല്ല. ചില സത്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ എഴുതി നിൽക്കുന്നത്. അല്ലാഹു നമുക്ക് സത്യം മനസ്സിലാക്കി തരട്ടെ. ആ സത്യത്തിന് വേണ്ടിയിട്ട് എന്ത് പ്രയാസം സംഭവിച്ചാലും, എന്ത് ബുദ്ധിമുട്ടുകൾ നേരിട്ടാലും അതിൽ ഉറച്ചു നിൽക്കുവാനുള്ള തൗഫീഖ് അതിനുള്ള അല്ലാഹു നമ്മെ തുണയ്ക്കട്ടെ. സഹോദരന്മാരെ, 15 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നൊരു വ്യക്തിയാണ് ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിൽ ഒരു അമുസ്ലിം സഹോദരന്മാരും പോലും എനിക്കെതിരെ എന്നെ ബുദ്ധിമുട്ടിക്കാൻ വന്നിട്ടില്ല. അവരെന്നോട് മാന്യമായാണ് പെരുമാറിയിട്ടുള്ളത്. വളരെ ഒരു മണൽ തരി പോലും അവർ എന്റെ ദേഹത്തേക്ക് എറിഞ്ഞിട്ടില്ല. അത്രത്തോളം മാന്യതയാണ് അവർ എന്നോട് കാട്ടിയത്. ഞാനിവിടെ ചില സത്യങ്ങൾ പറയാൻ പോവുകയാണ്. ആ സത്യങ്ങൾ പറഞ്ഞതിന് ശേഷം അത് പറയുമ്പോൾ നിങ്ങൾ ചിലർക്ക് വിഷമങ്ങളുണ്ടാവും, ഹൃദയം പൊട്ടുമ്പോൾ തോന്നിയേക്കാം. അല്ലാഹു നമുക്ക് സത്യം മനസ്സിലാക്കി തരട്ടെ. നിങ്ങൾ അത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. സഹോദരന്മാരെ, ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി സത്യം പറഞ്ഞതിന്റെ പേരിൽ ഇറങ്ങി ഞാൻ മരണപ്പെട്ടാലും എനിക്കതൊരു പ്രശ്നമുള്ള കാര്യമല്ല. എല്ലാവരും പറയാൻ മടിച്ചു നിൽക്കുന്ന ഒരു സത്യം പറഞ്ഞതിന്റെ പേരിൽ ഞാൻ മരണപ്പെട്ടാൽ ആ നിലയിൽ എന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്നതിൽ എനിക്ക് സന്തോഷമേയുണ്ട്. സഹോദരന്മാരെ, ഞാൻ ഇസ്ലാമിന്റെ കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആലമയിലെ ശൈഖിനെ ഞാൻ കണ്ടുമുട്ടുന്നത്. ഞാൻ ആരെയും ചെറുതാക്കി പറയുന്നില്ല, ആരെയും ആശമിക്കുന്ന ഉദ്ദേശമല്ല, എല്ലാം സത്യം പറയാനുള്ളതാണ്. ആലമയിലെ ശൈഖ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ കുത്തുബുദ്ധമാണെന്ന് അറിയപ്പെടുന്ന ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ചാലക്കാതിരി എന്ന് പറയപ്പെടുന്ന അദ്ദേഹവുമായിട്ട് കണ്ടുമുട്ടുകയും അദ്ദേഹം എനിക്ക് കയ്യത്ത് തരികയും ചെയ്തു. ആയതായ കാലത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ കലിമ ചൊല്ലിയല്ലേ മുസ്ലിമായ, ഇനി ആ കലിമ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ എന്നും ആ കലിമ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പോകാൻ പാടില്ല. അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ മുറാഖബയും അൻഫാസും ഒക്കെ പഠിപ്പിച്ചു. അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സമസ്തയുടെ പണ്ഡിതന്മാർ, സമസ്തയുടെ ആര്യങ്ങൾ ആ ദലീഖത്തിനെ അല്ലെങ്കിൽ ആ ശൈഖിനെ എതിർക്കുന്നത്. അങ്ങനെ എതിർത്തുകൊണ്ടിരുന്നപ്പോൾ ഈ വിഭാഗം പറയുന്നത് കേൾക്കാൻ ഞാൻ പോയി. നമുക്ക് വാശിയോ മറ്റൊന്നും ഇല്ലല്ലോ, നമുക്ക് സ്വർഗമാണല്ലോ വലുത്, അല്ലാഹുവിന്റെ വിരുദ്ധമാണല്ലോ നമുക്ക് വലുത്. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് അറിയാൻ വേണ്ടി ഈ വിഭാഗം പറയുന്നത് കേൾക്കാൻ ഞാൻ പോയി. അങ്ങനെ അബ്ബാസ് മൈസിയുടെ പ്രസംഗം ഞാൻ ധാരാളം കേട്ടു. അയാൾ ഓരോ വിഷയത്തിലും തെളിവുകൾ നിരത്തിക്കൊണ്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടു. അയാൾ കുറച്ച് ദിവസം മുന്നേ ഇവിടെയും വന്നു ഞാൻ അറിഞ്ഞു. അങ്ങനെ അതിനുശേഷം സമസ്തയുടെ പണ്ഡിതന്മാരായ അമ്പലക്കട ഒഴിസി ഉസ്താദിന്റെയും അതേപോലെ എം ഡി ഉസ്താദിന്റെയും മകൻ അബൂബക്കർ ദാരിമിയുടെയും അതേപോലെ മറ്റു സലീം ഇർഫാനിയുടെയും ഒക്കെ പ്രസംഗങ്ങൾ ഞാൻ കേട്ടു. അങ്ങനെ അതിന് ചർച്ചകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ബഹുമാനായ അബൂബക്കർ ഉദരി മുണ്ടപ്പറമ്പിനെ ആയി ഞാൻ കണ്ടുകൊണ്ടുന്നത്. അദ്ദേഹവുമായിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. അതൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം
അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹവുമായി ഞാൻ സംസാരിക്കുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തു. അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, ഉസ്താദേ, ഈ തരീഖ തിരുത്താൻ വേണ്ടി നിങ്ങൾ മൂമിൻ മുസ്ലിം വിഷയം പറഞ്ഞുകൊണ്ടാണല്ലോ എതിർത്തത്. മൂമിൻ മുസ്ലിം ഒന്നാണ് എന്ന് ഇജ്മാ ഉണ്ടെന്നാണ് പറഞ്ഞുകൊണ്ടാണല്ലോ നിങ്ങൾ എതിർത്തത്. അതെങ്ങനെയാണ് ഉസ്താദേ ഇജ്മാ എന്ന് ചോദിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, പ്രിയപ്പെട്ട ആരിഫ്, നമ്മുടെ ബഹുമാനപ്പെട്ട പാലക്കാട് ഹൈദരലി തങ്ങളും അതേപോലെ നമ്മുടെ എംഡി ഉസ്താദും ബന്ധിരായ സംസ്ഥയുടെ നേതാക്കന്മാരുമെല്ലാം സുൽത്താന്റെ മുന്നേറ്റം തടയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ നിലയ്ക്ക് നീങ്ങണം. അതിനു വേണ്ടിയിട്ട് സർവ്വ മുസ്ലിമീകളെയും നമ്മുടെ കുര്യാട് ഉസ്താദ് തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആരിഫെ, നിങ്ങൾ മൂമിൻ മുസ്ലിം വിഷയം ഇപ്പോൾ എന്ന് ഞാൻ അന്വേഷിക്കണ്ട, അത് ആലുവക്കാരോട് ചോദിക്കണ്ട. നമുക്ക് എങ്ങനെയും ഈ കുതൂഹലമാണെന്ന് പറഞ്ഞ ഈ ഇദ്ദേഹത്തിന്റെ മുന്നേറ്റം തടയണം. അങ്ങനെയാണ് സംസ്ഥയുടെ നേതാക്കന്മാർ നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ വേറെ ഒന്നും അന്വേഷിക്കണ്ട എന്ന് പറഞ്ഞു. സഹോദരന്മാരെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യും. ഞാൻ പറയുന്നു, നമ്മുടെ കുര്യാട് ഉസ്താദായാലും അമ്പലക്കട വൈശ്യായാലും സലീം ഇർഫാനി ആയാലും ഈ ഇരിക്കുന്ന നമ്മുടെ അബൂബക്കർ മുണ്ടമ്പലമായാലും അവരെല്ലാം പറഞ്ഞത് 100% പച്ചക്കള്ളമാണ്. ഇതാണ് അവരുടെ കൂടെ നടന്ന് ഞാൻ പഠിച്ചതാണ്. കുത്തുകുത്തുമാൻ പറയുന്നതാണ് സത്യം. ഇതെല്ലാം ഇവൻ ഉണ്ടാക്കിയതാണ്. അത് ഞാൻ സാക്ഷിയാണ്. ഇത് ഞാൻ എവിടെയും പറയും. ഇവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതിനേക്കാൾ വലിയ സാധനം കുത്തുകുത്തുമാന്റെ മുരിതമാണെങ്കിലുണ്ട്. ഇവന് ഈ പോക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ അവിടെ കൂടുന്നതാണ്. ഇതെല്ലാം കുത്തുകുത്തുമാൻ അറിയാൻ. അവിടെ ഒന്നും ചെയ്യേണ്ട, അവൻ പോയിക്കോട്ടെ, ഒന്നും ചെയ്യണ്ട. ഹലോ, ചർച്ച ചെയ്തപ്പോ ഈ വിഷയം